നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ യോഗം കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ 18-ാം അധ്യായത്തിലെ പഞ്ചഗ്രഹ യോഗ നിരൂപണ വിഷയമാകുന്നു. ഇവിടെ പഞ്ചഗ്രഹത്തിൽ ഇനി കേവലം 2 ശ്ലോകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പഞ്ചഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും വ്യാഴവും ശുക്രനും, പാപഗ്രഹങ്ങളായ ചൊവ്വയും ശനിയുമാകുന്നു. ഇതൊരു നല്ല യോഗമായി കണക്കാക്കപ്പെടുന്ന യോഗമാണ്. ഇവിടെ പാപഗ്രഹങ്ങൾ ചൊവ്വയും ശനിയും, ശുഭഗ്രഹങ്ങൾ ഞാൻ സൂചിപ്പിച്ചു ചന്ദ്രൻ, ഗുരു, ശുക്രന്മാർ, 2 ആചാര്യഗ്രഹങ്ങളോടുകൂടി ചന്ദ്രൻ്റെയും ഒരു ശുഭഗ്രഹ യോഗം. പ്രിയമുള്ള പ്രേക്ഷകർ, യോഗം ശ്രദ്ധിക്കുക. നൃപമന്ത്രി നൃപതി സമോ ഗണനാഥ സർവലോക പൂജ്യശ്ച ഏകർക്ഷേ ഭവതി നരഹ ചന്ദ്രേന്ദു ജീവ ശുക്ര യമേഹി. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു ചന്ദ്രനും ശുക്രനും വ്യാഴവും, ചൊവ്വയും ശനിയും തമ്മിലുള്ളൊരു യോഗം. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ആരാകുന്നു? നൃപമന്ത്രി. അദ്ദേഹം രാജാവിന് ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാകുന്നു. മന്ത്രയതേ ഇതി മന്ത്രി. ഇദ്ദേഹം രാജാവിൻ്റെ ഉപദേഷ്ടാവാണ്. അത്രയധികം കരുത്തനാണ് ഇദ്ദേഹം. പിന്നീട് നൃപതി സമഹ, അദ്ദേഹത്തിന് രാജതുല്യനായ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കും. അദ്ദേഹത്തിന് രാജാവിന് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. അതിനാൽ രാജാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും രാജതുല്യനായ ആഡംബരത്തോടുകൂടി അദ്ദേഹം ജീവിക്കുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഗണനാഥനാണ്. ഗണം എന്നാൽ കൂട്ടമാണ്, ഒരു കൂട്ടത്തിൻ്റെ നാഥനാണ്. പിന്നീട് ഇദ്ദേഹം സർവലോക പൂജ്യ, എല്ലാ ലോകങ്ങളാലും ജനങ്ങളാലും ഇദ്ദേഹം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. വളരെ നല്ലൊരു യോഗമാകുന്നു ഈ ഒരു യോഗം. ഈ 5 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഒരു സുയോഗമാകുന്നു ഈ ഒരു യോഗം, പഞ്ചഗ്രഹങ്ങളുടെ യോഗം. നമസ്തേ.